ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. ലാസ്റ്റ് നമ്മൾ 2 വീഡിയോസിലായിട്ട് നമ്മൾ കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് തന്നെയായിരുന്നു കാണിച്ചിട്ടുള്ളത്. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് വൈറ്റ് സാരീസും കുറച്ച് പേസ്റ്റൽ സാരീസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അന്ന് ആ വീഡിയോയിൽ കാണിച്ച ഓൾമോസ്റ്റ് സാരീസ് ഒക്കെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി. ഒത്തിരി എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറേ സാരീസ് ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടും പറ്റിയിട്ടില്ല. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിൽ കുറച്ച് സാരീസ് ഒക്കെ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിയ ഷെയ്ഡ്സും വന്നിട്ടുണ്ട്. അതുപോലെ അത് കൂടാതെ കുറച്ച് പുതിയ കളക്ഷൻസും നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുമിച്ച് എല്ലാ സാരീസുകൾ ഒരുമിച്ച് കാണിക്കാതെ നമ്മൾ 1-2 വീഡിയോസ് ആയിട്ട് തന്നെ കാണിക്കുന്നത്. ഒത്തിരി ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ 1-2 വീഡിയോസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സാരീസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് പുതിയതായിട്ട് വന്നൊരു പാറ്റേൺ ആണ്. നമുക്ക് നേരത്തെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ നേരത്തെ വീഡിയോസിലും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മൂങ്ങ ചെക്ക് എന്ന് പറയുന്ന കോട്ട മെറ്റീരിയലാണ്. ഇതിനകത്ത് നമുക്ക് നേരത്തെ ആപ്ലിക് വർക്ക് ഡിസൈൻസ് നേരത്തെ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു അതിൽ ആപ്ലിക് വർക്ക് വന്നത്. ഇത് അതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ വരുന്നത് പോലെ കട്ട് വർക്ക് പല്ലു വരുന്നത് പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇത് കണ്ടോ, ഇതിന്റെ പല്ലു പോർഷനാണ് ഇത്രയും ഹെവി വർക്ക് വരുന്നത് പോലത്തെ ഈ ഒരു ഇത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഫുൾ ഫ്ലോറൽ ഡിസൈനിൽ ഇത് കണ്ടോ, കട്ട് വർക്ക് ഡിസൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഫ്ലവേഴ്സും ഇതുപോലത്തെ ഈ ലീവ്സ് പാറ്റേണും കട്ട് വർക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഹോൾസ് ആയിട്ടല്ല, ആ സെയിം കളറിലുള്ള നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്ന പോലത്തെ കട്ട് വർക്ക് ഡിസൈനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ഹോൾസ് ഒന്നും വരുന്നുമില്ല. പക്ഷെ കട്ട് വർക്കിന്റെ ഫുൾ എലഗൻസും നമുക്ക് കാണാൻ പറ്റുന്ന പോലത്തെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പല്ലുവാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് ആപ്ലിക് വർക്കിൽ വന്ന ആ സെയിം പാറ്റേണിൽ തന്നെ ഈ ഒരു ഡിസൈനും അതിൻ്റെ ഇതുമൊക്കെ വന്നിരിക്കുന്നത്. അതും നമുക്ക് നേരത്തെ വന്നപ്പോൾ ഇങ്ങനെ പല്ലു പോർഷൻ റിച്ച് ആയിട്ട് കവർ ചെയ്ത് പല്ലു വരും. അതുപോലെ ബോഡി പാർട്ടിലോട്ട് വരുമ്പോഴത്തേനും ഇതിൻ്റെ സിംഗിൾ ഡിസൈൻസ് വരുന്നത് പോലെയായിരുന്നു നമുക്ക് നേരത്തെ സാരീസിലും വന്ന് സെയിം ആ പാറ്റേൺ തന്നെ ഇതിനകത്തും ഫോളോ ചെയ്തിരിക്കുന്നത്. ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു കട്ട് വർക്ക് ഫ്ലവേഴ്സ് തന്നെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലത്തെ കട്ട് വർക്ക് ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് ഫുൾ ബോഡിയിലും ഉണ്ട്. അതുപോലെ എൻഡ് സ്കാലപ്പ് ചെയ്തുവാ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡിലുമാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്ന സ്റ്റോക്സ് ആണ് ഈ ഒരു പേസ്റ്റൽ കളക്ഷൻസ്. ഇത് കൂടാതെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കിലായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് അങ്ങനെ ഒത്തിരി കണ്ടുവരുന്ന ഒരു പാറ്റേൺ അല്ല. ഇതുപോലെ ഈ ഒരു നെറ്റ് വെച്ച് കവർ ചെയ്യുന്ന കട്ട് വർക്ക്. അതുപോലെ ഈ ഒരു കോട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇത് കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് വരുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷെ നമുക്ക് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്ന മെറ്റീരിയൽ അല്ല. അതുപോലെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ബ്ലൗസ് വരുമ്പം ഈ ഒരു ചന്തേരി മിക്സ് ഫാബ്രിക്കിലാണ് നമുക്ക് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവ്സിൽ ഇതുപോലെ എൻഡ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സ്ലീവിലും ഈ സെയിം കട്ട് വർക്ക് ഡിസൈൻ വരുന്നത് പോലെയാണ് ഈ ഒരു സാരിയിൽ വർക്ക് വന്നിരിക്കുന്നത്. ഈ സാരീസിന്റെ പ്രൈസ് വരുന്നത് ഈ സാരീസിന്റെ പ്രൈസ് വരുന്നത് 2595 ആണ്. 2595 ഈ സാരീസിന്റെ പ്രൈസ് വരുന്നത്. ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു ഐവറി ഷെയ്ഡ്, ബേജ് കളറോ ക്രീം ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഐവറി ഷെയ്ഡാണ് ഇതിനകത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ സെയിം തന്നെയാണ്, മൂങ്ങ ചെക്സിൽ വരുന്നത്. ഇത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കണ്ടാൽ മനസ്സിലാകും. ഇതിനകത്ത് നമ്മൾ കോട്ട ചെക്കിൽ വരുന്നത് പോലത്തെ ചെക്സ് അല്ല വരുന്നത്. ഇതിനകത്ത് ഹോൾസ് ഇല്ല, പക്ഷെ ഫുൾ ബോഡി ഇതുപോലത്തെ ചെക്സ് ആണ്. വലിയ ചെക്ക് പാറ്റേണും ചെറിയ ചെക്ക് പാറ്റേണും കൂടെ ഉള്ളൊരു ബ്ലെൻഡാണ് ഈ ഒരു മൂങ്ങ ചെക്ക് കോട്ട എന്ന് പറയുന്ന മെറ്റീരിയൽ. ഒരു രാജസ്ഥാനി അവരുടെ ട്രഡീഷണൽ ഒരു പ്രിന്റ് മെറ്റീരിയലാണ്. ഭയങ്കര നല്ല ഒരു എലഗൻസ് തരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു കോട്ട മെറ്റീരിയൽ. അതിനകത്ത് ഇത്രയും നല്ല ഭംഗിയിൽ ഈ ഒരു ഫ്ലോറൽ കട്ട് വർക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആണ്. ഈ ഒരു സാരി സെയിം നമ്മളിപ്പോൾ കാണിച്ച ലാവൻഡർ സാരിയുടെ സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫുൾ ബോഡിയിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഫ്ലവേഴ്സും വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്കാലപ്പ് പാറ്റേണും വരുന്നുണ്ട്. സെയിം ഈ പറഞ്ഞ പോലെ വിത്ത് ബ്ലൗസും വർക്കുള്ളൊരു ബ്ലൗസ് കൂടെ തന്നെ ഉള്ളത് കൊണ്ട് ഇത് വെച്ച് തന്നെ പെയർ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി വരുന്നത്. ഇത് കണ്ടോ, ആ ഒരു കട്ട് വർക്ക് പാറ്റേണിലുള്ള ബ്ലൗസിൽ സ്ലീവിൽ 2 കട്ട് വർക്ക് പാറ്റേണും അതുപോലെ ഇതിൻ്റെ ആ ഒരു എൻഡിൽ ആ ഒരു സ്കാലപ്പ് വർക്കും വന്നിട്ടുണ്ട്. ഈ 2 സാരീസിൻ്റെയും പ്രൈസ് വരുന്നത്
സെയിം തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത്, നമുക്ക് ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നൊരു സാരിയായിരുന്നു. നമ്മൾ ഇതിൻ്റെ പീച്ചും ഗ്രീനും കോമ്പിനേഷനാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ നമുക്ക് പീച്ച് ഓൾറെഡി റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗ്രീൻ ഒത്തിരി ഡിമാൻഡ് ചെയ്തിട്ട് ചോദിച്ചായിരുന്നു, പക്ഷേ ഗ്രീൻ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടില്ല. പകരം നമുക്കിത് കുറച്ച് പുതിയ നല്ല ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. ഈ ഷെയ്ഡ്സ് ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുന്ന ഭംഗിയും ആയിരിക്കില്ല ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്യാമറയിൽ വരുമ്പം ഈ കോൺട്രാസ്റ്റ് കൂടിയും കുറഞ്ഞും വെട്ടത്തിൻ്റെ ഇഷ്യൂസ് ഒക്കെ കാരണം ചെറിയ വേരിയേഷൻസ് എപ്പോഴും നമുക്ക് ക്യാമറയിൽ വരും. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കും ഇത് ലൈറ്റ് ആണോ ഡാർക്ക് ആണോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന തന്നെയല്ല, ഓരോരുത്തരുടെയും ഫോണിൻ്റെയും ലാപ്പിൻ്റെയും ഒക്കെ ബ്രൈറ്റ്നസ് സെറ്റിങ്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഓരോ ഫോണിൽ കാണുമ്പോഴും ഇതിന് കളർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ചിലപ്പം നമ്മുടെ ഫോണിൽ കാണുന്ന അതേ കളർ ആയിരിക്കണം എന്നില്ല, വേറൊരു ഫോണിലോ ലാപ്പിലോ കാണുമ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിന് എസ്പെഷ്യലി വരുന്ന ഒരു ഇതാണ്. അപ്പം ഇത് നല്ലൊരു ഭംഗിയുള്ള ലൈറ്റ് ലാവൻഡർ കളറാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരീസും പേസ്റ്റൽ ഷെയ്ഡ്സാണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അപ്പം നമ്മൾ നേരത്തെ ആ ഗ്രീനിൽ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് ഈ ഒരു സാരിയിലും വന്നിരിക്കുന്ന. ആ ഒരു ലീഫ് പാറ്റേൺ ഫുൾ ബോർഡറിൽ കൂടെ, ഇത് ഫുൾ ബോർഡറും ഇത് പല്ലുവിൻ്റെ എൻഡ് ആട്ടോ, പല്ലുവിൻ്റെ എൻഡ് പോർഷനിലും അതുപോലെ ഫുൾ ബോർഡറിലും ഈ ഒരു സ്കാലപ്പും കട്ട് വർക്കും വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിലും ഈ ഒരു ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്തൊരു ചന്തേരി മിക്സ് മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. പക്ഷെ ബ്ലൗസിൻ്റെ സ്ലീവിൽ നമുക്ക് ഇത്രയും ആ ഒരു ലീഫ് പാറ്റേൺ ഫുൾ ഒരു ബോർഡർ നമുക്ക് കൊടുത്തിട്ടുണ്ട്, സ്കാലപ്പും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആ ഒരു ലീഫ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഫുൾ ബോഡി ഇത് സോഫ്റ്റ് കോട്ട മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച മൂങ്ങ ചെക്സ് അല്ല, ഡിഫറൻസ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. ഇതിൻ്റെ ചെക്സ് പാറ്റേൺ ഇങ്ങനെയാണ്, നമ്മൾ നേരത്തെ കണ്ട ചെക്ക് പാറ്റേൺ അല്ല ഇതിൻ്റെ. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, മൂങ്ങ ചെക്കിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ കോട്ട മെറ്റീരിയൽസ്, ഇതിൽ കാണിക്കുന്ന എല്ലാ കോട്ട മെറ്റീരിയൽസും നമുക്ക് സ്റ്റാച്ച് ചെയ്യേണ്ടാത്ത മെറ്റീരിയൽസാണ്. ഒത്തിരി ചുളുങ്ങുന്ന മെറ്റീരിയലും അല്ല, ഉടുത്താൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന നല്ലൊരു മെറ്റീരിയലുമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2725 ആണ്. നമ്മൾ നേരത്തെ സാരീസിൻ്റെ ഒക്കെ പ്രൈസ് അത് തന്നെയായിരുന്നു ഈ ഒരു പാറ്റേൺ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച സെയിം പീച്ച് ഷെയ്ഡാണ്. ഒത്തിരി ഞാൻ നിവർത്തി കാണിക്കണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ ഇത് ക്ലിയർ ആയിട്ട് ഫുൾ നിവർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ലാവൻഡർ കാണിച്ച സെയിം സാരി തന്നെയാണ്, ഒരു ഡിഫറൻസ് ഇല്ല. ഇതിൻ്റെ പല്ലു പോർഷനാണ്. അതുപോലെ ഫുൾ ബോർഡറിൽ കൂടെ ഇതുപോലെ വർക്ക് ഇതിന് വരുന്നുണ്ട്, ഫുൾ ആ ഒരു സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെയും ബ്ലൗസ് വരുമ്പോഴത്തേനും സ്ലീവിൽ വർക്ക് വരുന്നത് പോലെ തന്നെ ഈ ഒരു ചന്തേരി മെറ്റീരിയൽ ആണ് ഇതിൻ്റെയും ബ്ലൗസ് വരുന്നത്. ഇത് കണ്ടോ, ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ഇതുപോലെ എംബ്രോയിഡറി ആ ഒരു കട്ട് വർക്ക് വരുന്നത് പോലെ തന്നെയാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ കട്ട് വർക്ക് ആണെങ്കിലും നമുക്ക് നേരത്തെ കാണിച്ച മെറ്റീരിയൽ പോലെ ആ ഒരു ഹോൾസ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. പകരം അടിയിൽ വേറൊരു ക്ലോത്ത് വെച്ച് ആ ഒരു ഹോൾസ് കവർ ചെയ്തിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ബോർഡറിലാണേലും ബ്ലൗസിൻ്റെ സ്ലീവ്സിലാണേലും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു അങ്ങനത്തെ ഒരു മീൻസ് ആ ഹോൾസ് വേണ്ട എന്നുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. തന്നെയല്ല ആ ഒരു ലൈറ്റ് ഷെയ്ഡ് കൂടെ വരും, അതിനകത്തൊരു കളർ കൂടെ വരും. അതായത് നമ്മൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് അകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഫ്ലവറിനൊരു ചെറിയൊരു വൈറ്റ് അല്ലെ ലൈറ്റ്, ഈ നമ്മുടെ സെയിം കളറിൻ്റെ ഒരു ലൈറ്റ് കളറിൻ്റെ എലമെൻ്റ് ആ ഒരു ലീഫിനൊരു ഡെപ്ത് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് കാണാനായിട്ട് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് സാരി. ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഐവറി ഷെയ്ഡാണ്. ഐവറി ഷെയ്ഡ് ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഒത്തിരി ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് നമുക്ക് വേറെ അടുത്തൊരു സാരിയിൽ വന്നിട്ടുള്ളൊരു ഒരു ഡിസൈൻ ഐവറി ഷെയ്ഡ് ഒത്തിരി പേര് ചോദിച്ച് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പാറ്റേൺ നമുക്ക് ഐവറിയിൽ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പകരം നമുക്ക് ഐവറിയിൽ ഈ 1-2 പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് സെയിം പാറ്റേൺ തന്നെ സാരിയാണ്. ഫുൾ ബോർഡർ ഈ ഒരു ലീഫ് പാറ്റേൺ വരും, ഫുൾ സ്കാലപ്പ് വരും, ബ്ലൗസിൻ്റെ എൻഡിൽ അതുപോലെ ഈ ഒരു വർക്ക് വരും. സെയിം, ഒരു ഡിഫറൻസും ഇല്ലാത്ത സെയിം സാരിയാണ്. ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 2725 ആണ്, 2725. അതുപോലെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എപ്പോഴും അഡീഷണൽ ആണ്. അത് സാരീസിൻ്റെ വെയിറ്റ് അനുസരിച്ചും അതുപോലെ നിങ്ങൾക്കായി ഷിപ്പ് ചെയ്യേണ്ട പ്ലേസ് അനുസരിച്ചുമാണ് നമുക്ക് എപ്പോഴും ഷിപ്പിംഗ് ചാർജ് വരുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഷെയ്ഡ് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ല ബേബി പിങ്ക് ഷെയ്ഡിൽ ഈ സെയിം വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒത്തിരി ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് ബേബി പിങ്ക്. അത്യാവശ്യം ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ
കൂടുതലായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം അതിനകത്ത് നമുക്ക് വേറെ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെയിം ആ ഒരു ലീഫ് പാറ്റേണും സ്കാലപ്പ് ബോർഡേഴ്സും വന്ന് ബ്ലൗസും ഒക്കെ സെയിം ആയിട്ട് വന്നിരിക്കുന്നത് പോലെയാണ് ഈ ഒരു സാരിയും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാരിക്ക് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും കളേഴ്സ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ഇതിനകത്ത് കിട്ടുന്ന എല്ലാ കളേഴ്സും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ സാരീസ് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം പെട്ടെന്ന് തന്നെ മൂവ്മെൻ്റ് ഉള്ള സാരി പാറ്റേൺസ് ആണിത്. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്ത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സാരി ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എൻക്വയറീസ് കൂടുതൽ വരുമ്പം നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് തരുന്ന ആൾക്ക് നമ്മൾ സാരി ഡിസ്പാച്ച് ചെയ്യുവാണ് പൊതുവേ ചെയ്യാറ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ലാസ്റ്റ് ടൈം നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. അതിനൊരു കളർ ചേഞ്ച് ആണ്. ഇതും നമുക്ക് സോഫ്റ്റ് കോട്ട മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു ചെക്ക് പാറ്റേൺ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇതിന് സെൽഫ് കളർ എംബ്രോയിഡറി ഫുൾ ബോഡിയിൽ വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇതും നമ്മൾ നേരത്തെ വീഡിയോയിൽ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ്. ഇതുണ്ട്, ഇതിൻ്റെ പല്ലു പോർഷൻ വരും. അതിൻ്റെ പല്ലു പോർഷനിൽ ഫുൾ ബോഡിയിൽ ഇതുപോലെ എംബ്രോയിഡറി വരും. നല്ല ഭംഗിയുള്ള സെൽഫ് എംബ്രോയിഡറി ആണ്. ചെറിയൊരു ഫ്ലോറൽ പാറ്റേൺ ആണ്. ഭയങ്കര വലിയ ഡിസൈൻ അല്ല, പക്ഷെ ഫുൾ ബോഡിയിലും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫുൾ സാരിയിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സാരിയുടെ ഹാഫ് പോർഷൻ വരുമ്പോഴത്തേനും പിന്നെ ഇതിൻ്റെ ബോട്ടം പോർഷനിലോട്ട് മാത്രമാണ് ഡിസൈൻസ് വരുന്നത്. ഇതുണ്ട്, അതിൻ്റെ ബോട്ടം പോർഷനിലോട്ട് മാത്രമാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. അതുപോലെ നമ്മൾ കുത്തി ഉടുക്കുന്ന ഭാഗം പ്ലെയിൻ ആയിരിക്കും എപ്പോഴും. ആദ്യത്തെ ഒരു മീറ്ററോളം സാരിയുടെ പ്ലെയിൻ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നതും പ്ലെയിൻ മെറ്റീരിയലാണ്. നമ്മൾ നേരത്തെ വീട്ടിലൊക്കെ കണ്ടതുപോലെ ഒരു ചന്തേരി മിക്സ് വരുന്ന പോലത്തെ സെൽഫ് കളർ ആയിട്ടുള്ള ബ്ലൗസാണ് ഇതിനകത്ത് വരുന്നത്. സാരി ഇത്രയും ഹെവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെൽഫ് കളർ ബ്ലൗസ് വെച്ച് തന്നെ പെയർ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു സാരിയുടെ ഫുൾ എലഗൻസ് നമുക്ക് കിട്ടുന്നത്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 2525 ആണ്. 2525 ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. നമുക്ക് ഈ സാരിയുടെ ഒരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച ആ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണത്. ഈ സാരിക്ക് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. സെയിം ഞാൻ വീണ്ടും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോർത്ത് കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ കണ്ട ഗ്രീനിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഫുൾ ബോഡിയിൽ ഈ ഒരു ലൈറ്റ് ചെറിയ ഫ്ലോറൽ വർക്ക്സ് ഫുൾ ബോഡിയിൽ എംബ്രോയിഡറി വരുന്നുണ്ട്. എൻഡിൽ ഇതുപോലെ സെയിം കളറിലെ ടാസിൽസ് വരുന്നുണ്ട്. അതുപോലെ ബ്ലൗസ് വരുമ്പം ചന്തേരി മിക്സ് ആയിട്ടുള്ള പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പം കാലിന്റെ പോർഷനൊക്കെ വരുമ്പോഴത്തേന് ഹാഫ് പോർഷൻ തൊട്ടാണ് ഡിസൈൻസ് വരുന്നത്. ഉടുത്ത് കുത്തുന്ന ഭാഗത്ത്, അതായത് നമ്മൾ ഫസ്റ്റ് കുത്തുന്ന കുറച്ച് ഭാഗം പ്ലെയിൻ മെറ്റീരിയലാണ് എപ്പോഴും ഫുൾ ബോഡിയും സാരീസ് വരുമ്പോഴത്തേനും. ഈ ഒരു സാരി എൻക്വയർ ചെയ്ത് വിളിച്ച് ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരോടൊക്കെ നമ്മൾ മാക്സിമം ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ എന്നാലും നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും ഇത് തിരിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയൽ പോസിബിൾ അല്ല. എന്നാലും ഞാൻ മാക്സിമം ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു അപ്ഡേഷൻ ആയിട്ട് കൂടി ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ഈ പറഞ്ഞ പോലെ എല്ലാ കളേഴ്സും വന്നിരിക്കുന്നത് ഒരു 10 to 15 അത്രയും മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് പറയുന്ന ഓർഡേഴ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ സാരീസ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഈ സാരീസ് ഏതെങ്കിലും സാരീസ് ആർക്കെങ്കിലും വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഇതിനകത്ത് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടല്ല. അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പറയുന്ന റേറ്റ് ഷിപ്പിംഗ് ചാർജോടെ ചേർത്താണോ എന്ന്. അല്ല. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, ചില ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ കളറിൽ വരാറുണ്ട്. അത് ലൈറ്റിന്റെ ഇഷ്യൂസ് കൊണ്ടും നമ്മൾ ക്യാമറയിൽ കാണിക്കുന്നത് കൊണ്ടും ഓരോരുത്തർ കാണുന്ന ഫോണിന്റെയും ലാപ്പിന്റെ ഒക്കെ കളറിന്റെ ആ ഒരു ബ്രൈറ്റ്നസ് ഡിഫറൻസ് കൊണ്ടും ഒക്കെയാണെന്ന്. അതുപോലെ ലാസ്റ്റ് 2 വീഡിയോസിനകത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അത് ഞാൻ എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂസും കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ബ്രീത്തിങ് പ്രശ്നം വരുന്നത്. ഈ വീഡിയോയിലും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിലൊത്തിരി സോറി. ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ഇഷ്യൂ മനസ്സിലാക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.